ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് ഇന്ന് പഠിക്കുന്ന ബയോളജിയിലെ പുതിയ ചാപ്റ്റർ ആണ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തരംതിരിക്കുക അല്ലെ, അല്ലെങ്കിൽ വർഗീകരിക്കുക. എന്തിനാ നമ്മൾ വർഗീകരിക്കുന്നത്? ബയോളജിയിൽ എന്തിനെയായിരിക്കും നമ്മൾ വർഗീകരിക്കുന്നുണ്ടാവുക? ജീവികളെ വർഗീകരിക്കും. അതായത് ജീവനുള്ള, അതല്ലേ ബയോളജി എന്ന് പറയുന്നത്. ജീവനുള്ള ആൾക്കാരെയാണല്ലോ നമ്മൾ ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫാണ്. അപ്പം ബയോളജിയിൽ നമ്മൾ ജീവനുള്ള ആൾക്കാരെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ക്ലാസിഫിക്കേഷൻ. വളരെ കുഞ്ഞി ചാപ്റ്റർ ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെയൊക്കെ വലിയ ഒരു ചാപ്റ്റർ ഒന്നും അല്ല, കുഞ്ഞി ചാപ്റ്റർ ആണ്. പക്ഷെ അതിനകത്ത് നിങ്ങൾ കുറച്ച് പുതിയ വാക്കുകൾ പഠിക്കാനുണ്ടെന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. കുഞ്ഞി ചാപ്റ്റർ ആണ്, കുറച്ച് വാക്കുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ വർഗീകരണം എന്ന് പറയും. വർഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക അല്ലെ, രണ്ടും ശരിയാണ്. അപ്പം ക്ലാസിഫൈ ചെയ്യുന്നു, നമ്മൾ ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ എല്ലാവരും ശ്രദ്ധിച്ചിട്ടിരിക്കുക. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന മെയിൻ കാര്യങ്ങള് 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ് പഠിക്കുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് പഠിക്കുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂലി ഡിസ്കവേർഡ് ഓർഗാനിസം. നമ്മൾ പുതുതായിട്ട് ഒരു ഓർഗാനിസം, ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ നമുക്കറിയാം, പക്ഷെ പുതുതായിട്ട് അല്ലെ ഒരു സാധനത്തിനെ കണ്ടുപിടിച്ചു, ഇവരെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. എവല്യൂഷണറി ട്രീനെ പറ്റി പഠിക്കുന്നുണ്ട്. DNA ബാർകോഡിംഗ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സംഭവം പഠിക്കുന്നുണ്ട്. ഇത്രയാണ് കുഞ്ഞു ചാപ്റ്റർ. ഇത്രയും ടോപ്പിക്സ് മാത്രമേ നമുക്ക് കവർ ചെയ്യാനുള്ളൂ. ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ, ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ക്ലാസിഫിക്കേഷൻ, ന്യൂലി ഡിസ്കവേർഡ് ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ, എവല്യൂഷണറി ട്രീ ആൻഡ് DNA ബാർകോഡിംഗ്. ഓരോന്നായിട്ട് പഠിച്ചു തുടങ്ങാം നമുക്ക്. Identifying organisms and understanding their characteristics lead to additions and updations in classification methods. The 5 kingdom classification system has also been subjected to updations. അപ്പം മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചി, പ്ലാന്റി, ആനിമൽ, നിങ്ങൾക്ക് അറിയാം അല്ലെ. 5 kingdom classification അറിയാലോ. അപ്പൊ ഈ 5 kingdom classification അതിനകത്തും എന്ത് വരുന്നുണ്ട്? 5 kingdom ആക്കിയിട്ട് നമ്മൾ ജീവജാലങ്ങളെ മുഴുവൻ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാലും അതിനകത്തും എക്സെപ്ഷൻസ് വരാറുണ്ട്, അല്ലെങ്കിൽ അതിനകത്തും അപ്ഡേഷൻസ് വരാറുണ്ട് അല്ലെ. പുതുതായിട്ട് ഒരു ജീവിനെ കണ്ടുപിടിച്ചു, നമ്മൾ ആരും ഇതുവരെ പോലും ചെയ്തിട്ടില്ലാത്ത അല്ലെ, ഒരു ഒറ്റ സയന്റിസ്റ്റ് പോലും ഇതുവരെ കാണാത്ത, അല്ലെങ്കിൽ നമ്മളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഓരോരോ ജീവിനെ പറ്റി നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേഷൻസ് ഉണ്ട് ബയോളജിക്കലി. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഒരു സാധനത്തിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് എവിടേക്ക് വെക്കും അല്ലെ, ഏതിലേക്കാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്ത് വെക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡേ ടു ഡേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാത്തിനും അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നു 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ. നമ്മളെ ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവാണ്. നിങ്ങൾ കേൾക്കണം, കാരണം പുതിയ വാക്കുകൾ പഠിക്കാനുണ്ടാവും, പുതിയ ജീവികളെ പേരുകൾ പഠിക്കാനുണ്ടാവും. അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. സോ 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ. A scientist named Carl Woese tried to study more about the organisms that belong to Kingdom Monera. അപ്പം ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, കാൾ വൂസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. അദ്ദേഹം എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? കിങ്ഡം മൊനീറ അല്ലെ, ഫസ്റ്റത്തെ കിങ്ഡം, നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുന്ന കിങ്ഡം മൊനീറയിലുള്ള കാര്യങ്ങള്, കിങ്ഡം മൊനീറയിലുള്ള വൈറ്റ് കളർ ഇങ്കാ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ കിങ്ഡം മൊനീറയിലുള്ള ഓർഗാനിസത്തിനെ പറ്റിയിട്ട് ആര് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു? കാൾ വൂസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. Through scientific observation, he realized that these microorganisms are distinct from bacteria. അപ്പം അദ്ദേഹം നല്ല ഭയങ്കര സൂക്ഷ്മമായിട്ട്, നമ്മളെ പോലെ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഇങ്ങനെ മാറ്റിയതല്ല, അദ്ദേഹം ഭയങ്കര മൈന്യൂട്ടായിട്ട് ഒബ്സർവേഷൻ ചെയ്തു. സയന്റിഫിക്കലി ഒബ്സർവ് ചെയ്തപ്പോ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ഇതിലുള്ള എല്ലാ ഓർഗാനിസവും ബാക്ടീരിയയെ പോലെ തന്നെയൊന്നും അല്ല, ചിലയൊക്കെ ബാക്ടീരിയനേക്കാളും കുറെ വ്യത്യാസമൊക്കെ ഉള്ള ഓർഗാനിസം ഉണ്ട് എന്ന് മൊനീറയിൽ തന്നെ. നമ്മൾ മൊനീറ എന്ന് പറയുമ്പോൾ ബാക്ടീരിയനെയാണ് ഫസ്റ്റ് മനസ്സിലേക്ക് വരിക അല്ലെ. അപ്പൊ ബാക്ടീരിയ മാത്രമല്ല, വേറെ ഓർഗാനിസംസ് ഉണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയനെ പോലെ അല്ലാത്ത വേറെ ഓർഗാനിസംസ് ഇതിലുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. He also noted the structural differences between these organisms and their diverse adaptations for surviving the environmental changes. എന്താണ് അവർ തമ്മില് കാണാൻ അല്ലെ, സ്ട്രക്ചറിലും വ്യത്യാസമുണ്ട്,
അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ട്, അവരുടെ അഡാപ്റ്റേഷനിലും അതിനു വേണ്ടിയിട്ട് സർവൈവിങ് ദ എൻവയോൺമെന്റൽ ചേഞ്ചസ്. എന്താ എൻവയോൺമെന്റൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ചൂടായി, എൻവയോൺമെന്റ് ഒരു ചേഞ്ച് വന്നു, എന്താണ് ഭയങ്കര ചൂട് ക്ലൈമറ്റ് ആണെങ്കിൽ അത് ഒരു ചൂട് നമുക്ക് അത്രയും ചൂടൊന്നും ഭയങ്കര ചൂടൊന്നും നമുക്ക് അല്ലെ, ഒരു 100 ഡിഗ്രി സെൽഷ്യസ് വെള്ളം തിളക്കുന്ന ഒരു ടെമ്പറേച്ചർ ആണ് അല്ലെ, ആ ടെമ്പറേച്ചറിലെ ചൂട് നമുക്ക് താങ്ങാൻ പറ്റും അല്ലെ, നമുക്ക് ഭയങ്കര വേദനിക്കും, ഭയങ്കര ഡാമേജ് ഉണ്ടാക്കും. പക്ഷെ ആ ഒരു ടെമ്പറേച്ചർ ആണെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബാക്ടീരിയ. എത്ര ചൂട് കൂടിയാലും എന്താണ് എത്ര ഒരു 100ന്റെ മേലെയൊക്കെ ടെമ്പറേച്ചർ പോയി കഴിഞ്ഞാലും അവർക്ക് പ്രശ്നമില്ലാത്ത ബാക്ടീരിയസ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ നല്ല കുറഞ്ഞ് ഭയങ്കര തണുപ്പൊക്കെ ആയി എന്ന് വിചാരിച്ചോ, എന്നാലും ഒരു 4 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണെങ്കിലും ആ ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട്, സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തൊരു എൻവയോൺമെന്റൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും എന്താണ് എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ബാക്ടീരിയ പോലെ തന്നെയല്ല, സ്ട്രക്ചറിലും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയസ്, മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയസ് എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു ടെമ്പറേച്ചർ അല്ലെ, നമ്മൾ ചൂട് കൊടുത്തിട്ട് അല്ലെ, വെള്ളത്തിലൊക്കെ ചൂടാക്കുമ്പം ഇതിലുള്ള വേണ്ടാത്ത ബാക്ടീരിയ ഒക്കെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ടൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവരെങ്ങനെയാണ് എത്ര ടെമ്പറേച്ചർ കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ളത് പോലെ, അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ കുറച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്കത് നിന്നോളാം എന്ന് പറയുന്ന പോലത്തെ കുറച്ച് ആൾക്കാരുണ്ടെന്നും അദ്ദേഹം കണ്ടുപിടിച്ചു. He identified that the genetic materials of such organisms were different from that of bacteria. അദ്ദേഹം മനസ്സിലാക്കി എല്ലാ ആൾക്കാർക്കും എന്തുണ്ട്, ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട് അല്ലെ, എന്താണ് DNA-യോ RNA-യോ ഒക്കെ ഉണ്ടാവും. DNA-യും RNA-യും ഒക്കെ എന്താണ് ബാക്ടീരിയനെ പോലെ അല്ലാത്ത, ബാക്ടീരിയയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണുള്ളതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. Based on this, he classified Kingdom Monera into 2. അപ്പം അത് പ്രകാരം അദ്ദേഹം കിങ്ഡം മൊനീറയെ തന്നെ രണ്ടാക്കിയിട്ട് തിരിച്ചു. ഓക്കെ, അപ്പൊ കിങ്ഡം മൊനീറയിൽ ഓൾറെഡി ബാക്ടീരിയനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം നോക്കിയപ്പോ കാൾവൂസ് നോക്കിയ സമയത്ത് ബാക്ടീരിയനെ പോലെ അല്ലാത്ത കുറച്ച് ആൾക്കാരും കൂടെ ഇതിനകത്തുണ്ട്. അപ്പൊ വിചാരിച്ചു വേറെ ആൾക്കാരും വന്നോ, ഇത് ബാക്ടീരിയന്റെ അല്ലേ, പക്ഷെ ഇതിൽ വേറെ ആൾക്കാരുണ്ടല്ലോ, ടെമ്പറേച്ചർ ഒക്കെ സഹിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ DNA ജനറ്റിക് മെറ്റീരിയൽ എടുത്ത് നോക്കുമ്പോൾ അത് വേറൊരു ടൈപ്പ് ആണല്ലോ, എന്നാ പിന്നെ ഇവരെ ബാക്ടീരിയന്റെ കൂടെ ഇടണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, കിങ്ഡം മൊനീറയെ തന്നെ രണ്ടാക്കി, ബാക്ടീരിയനെ പോലെ ഉള്ളതും ബാക്ടീരിയനെ പോലെ അല്ലാത്തതും ആയിട്ടുള്ള രണ്ടായിട്ട് അദ്ദേഹം സ്പ്ലിറ്റ് ചെയ്തു. എന്താണ് അദ്ദേഹം സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 പേരും കൊടുത്തു കിങ്ഡം മൊനീറയ്ക്ക്, ബാക്ടീരിയ എന്നും ആർക്കി എന്നും. ഓക്കെ, ബാക്ടീരിയ എന്നും ആർക്കി ബാക്ടീരിയ എന്നും എന്ത് ചെയ്തു, രണ്ടായിട്ട് എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. ആൻഡ് ഫർദർ ഇൻക്ലൂഡഡ് അനദർ ക്ലാസിഫിക്കേഷൻ ലെവൽ കോൾഡ് ഡൊമൈൻ എബോവ് ദ കിങ്ഡം. അപ്പൊ എന്താണ്, ഓൾറെഡി നമ്മൾ കിങ്ഡം അല്ലെ, കിങ്ഡം ഫൈലം എന്നൊക്കെ അല്ലെങ്കിൽ കിങ്ഡം ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിങ്ഡം ആണ് ഏറ്റവും ടോപ്പ്. എന്നിട്ട് നമ്മൾ പ്ലാന്റ് കിങ്ഡവും ആനിമൽ കിങ്ഡവും അല്ലെ, എന്താണ് സസ്യങ്ങളെയും ജന്തുക്കളെ, പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യജാലങ്ങള്, ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞാൽ ജന്തുക്കളെ പറ്റിയിട്ടുമായിട്ട് അങ്ങനെയാക്കി. പിന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലെ, മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചി, പ്ലാന്റ്, ആനിമേലിയ എന്ന് പറഞ്ഞിട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പം ഏറ്റവും ടോപ്പിൽ എന്താണുള്ളത്, കിങ്ഡം ആണുള്ളത് അല്ലെ. അപ്പം ഫോർ എക്സാമ്പിൾ പട്ടി ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, കുരങ്ങനായിക്കോട്ടെ, മയിലായിക്കോട്ടെ, ഇനി വെള്ളത്തിലുള്ള മീനായിക്കോട്ടെ, എല്ലാവരും എന്തിനാ വരുന്നത്, അനിമേലിയലാണ് അല്ലെ, നമ്മളെല്ലാം ആനിമൽസ് ആയിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അപ്പം അങ്ങനെ ഏറ്റവും ടോപ്പിൽ പറയുന്ന പേരെന്താണ്, കിങ്ഡം ആണ്. നമ്മൾ ആരോ ആയിക്കോട്ടെ, ജീവനുള്ള ആനിമൽസിന്റെ കൂട്ടത്തിലാണ് നമ്മളൊക്കെ വരുന്നത്. കരയിൽ ജീവിച്ചോട്ടെ, വെള്ളത്തിൽ ജീവിച്ചോട്ടെ അല്ലെ, ജീവി എന്ന് പറഞ്ഞിട്ട് നമ്മളെയാണ് അനിമേലിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്ലാന്റ്സ് അല്ലെ, റോസാച്ചെടി ആയിക്കോട്ടെ, വലിയ തെങ്ങായിക്കോട്ടെ, ആൽമരം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുഞ്ഞി ചെടികളായിക്കോട്ടെ, എല്ലാം പ്ലാന്റ് എന്ന് പറയുന്ന കിങ്ഡത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ടോപ്പിൽ ആരാണത്, കിങ്ഡം ആണ് അതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ കാൾവൂസ് എന്ത് ചെയ്തു, കിങ്ഡം ഒന്നും അല്ല, അതിനേക്കാളും ടോപ്പില് വേറൊരു സാധനമുണ്ട്, കിങ്ഡം അല്ല നമ്മൾ ടോപ്പിൽ പറയേണ്ടത്, അതിനെന്താ അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നത്, ഡൊമൈൻ എന്നാ വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ നിങ്ങള് പ്ലാന്റ്, അനിമേലിയ എന്നൊക്കെ കിങ്ഡം പറയുന്നതിന് പകരം നിങ്ങള് കിങ്ഡത്തിനേക്കാളും മുകളിൽ ഒരു സാധനത്തിന് കൊടുക്കണം, അതാണ് ഡൊമൈൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, organisms belonging to all 6 kingdoms were organized into 3 domains. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു, 6 കിങ്ഡം ആയിട്ടുള്ള ഒരു കിങ്ഡത്തിൽ നിന്നും ഇദ്ദേഹം എന്ത് ചെയ്തു, 6 കിങ്ഡം എന്ന് പറയുമ്പം ഇവിടെ ബാക്ടീരിയ, ആർക്കി ഉണ്ട് അല്ലെ, മൊനീറയെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്.
അപ്പം 6 കിങ്ഡത്തിൽ വന്നിട്ടുള്ള ആൾക്കാർ എന്താക്കി, അവർ 3 ഡൊമൈനിലേക്ക് അങ്ങ് ചുരുക്കി. അപ്പം കിങ്ഡത്തിന്റെ മേലെ ആര് വന്നു? ഡൊമൈൻ വന്നു. These were named as domain bacteria, domain archaea and domain eukarya. അപ്പൊ ആ 3 ഡൊമൈന് കൊടുത്തു, 3 ഡൊമൈനിന് പേരും കൊടുത്തു. എന്താ കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റത്തെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ ബാക്ടീരിയ. രണ്ടാമത്തെ ഡൊമൈൻ ഇതാണ്, ഡൊമൈൻ ആർക്കിയ. മൂന്നാമത്തെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ യൂക്കാരിയ എന്ന് പറഞ്ഞിട്ട് 3 ഡൊമൈനും കൊടുത്തു. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇതാണ് കാൾ വോസ് എന്ന് പറയുന്ന ആള് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. സോ നമ്മൾ നോക്കുകയാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നമ്മളിപ്പോ പറഞ്ഞത് വെച്ചിട്ട് ഇതിപ്പോ എങ്ങനെയൊക്കെയാണ് ചെയ്തു വച്ചേക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ആ ഒരു പിക്ചർ ഇവിടെ നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? കിങ്ഡം അല്ലെ, നേരത്തെ മൊനീറ, പ്രോട്ടസ്റ്റ, ഫഞ്ചി, പ്ലാന്റി, അനിമേലിയ എന്ന് പറഞ്ഞിട്ട് 5 കിങ്ഡം ആയിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു? കാൾ വോസ് എന്ത് കണ്ടുപിടിച്ചു? നിങ്ങളുടെ മൊനീറ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ മാത്രമല്ല, ബാക്ടീരിയനെ പോലെ അല്ലാത്ത കുറെ ആൾക്കാർ മൊനീറയിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മൊനീറ എന്ന് പറയാൻ പറ്റില്ല, രണ്ടായിട്ട് നിങ്ങൾ തിരിക്കണം. എന്താണ്? ബാക്ടീരിയയും ആർക്കിയുമായിട്ട് തിരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? കിങ്ഡത്തിനേക്കാളും മേലെ ഡൊമൈൻ ഉണ്ട്. നിങ്ങൾ കിങ്ഡം ടോപ്പിൽ വെക്കരുത്, കിങ്ഡത്തിന്റെയും മേലെയായിട്ട് ആരെ കൊടുക്കണം? ഡൊമൈനെ കൊടുക്കണം. എന്നിട്ട് ഡൊമൈൻ കൊടുത്തിട്ട് 3 ഡൊമൈന് 3 പേരും കൊടുത്തു. ഏതാണ്? ബാക്ടീരിയ, ആർക്കി ആൻഡ് യൂക്കാരിയ. ബാക്ടീരിയ, ആർക്കി ആൻഡ് യൂക്കാരിയ എന്ന് പറഞ്ഞിട്ട് 3 കിങ്ഡം ഡൊമൈൻസും കൊടുത്തു. ഈ ഒരു ഡൊമൈന്റെ കീഴിലാണ് ഈ ഇത്രയും 6 കിങ്ഡംസും വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്ടീരിയ എന്ന് പറയുന്ന ഡൊമൈന്റെ താഴെ വരുന്നത് ബാക്ടീരിയ അല്ലെ. കിങ്ഡം ഡൊമൈൻ ബാക്ടീരിയന്റെ താഴെ ബാക്ടീരിയ വരുന്നുണ്ട്. നമ്മൾ നോക്കിയേ, ഈ ഡൊമൈൻ ആർക്കിന്റെ താഴെ എന്താ വരുന്നത്? ആർക്കി വരുന്നുണ്ട്. ആൻഡ് യൂക്കാരിയന്റെ താഴെയാണ് ബാക്കി വരുന്ന 4 വരുന്നത്. അതോ യൂക്കാരിയന്റെ താഴെയാണ് എന്ത് വരുന്നത്? പ്രോട്ടസ്റ്റ വരുന്നുണ്ട്, ഫഞ്ചൈ വരുന്നുണ്ട് അല്ലെ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഇത് കറക്റ്റ് ഈ ഡയഗ്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇതിന്റെ യൂക്കാരിയന്റെ താഴെ വരുന്ന കിങ്ഡംസ് ആണ് ഈ 4 ഓക്കെ, ഈ 4 ഏതൊക്കെയാണ്? പ്രോട്ടസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റി ആൻഡ് അനിമാലിയ. ഇത് 4 വരുന്നത് യൂക്കാരിയ എന്ന് പറയുന്ന ഡൊമൈന്റെ താഴെയാണ്. ആൻഡ് ആർക്കിന്റെ താഴെയാണ്, ആർക്കി എന്ന് പറയുന്ന ഡൊമൈന്റെ താഴെയാണ് ആർക്കി എന്ന് പറയുന്ന കിങ്ഡം വരുന്നത്. ആൻഡ് ബാക്ടീരിയ എന്ന ഡൊമൈന്റെ താഴെയാണ് ബാക്ടീരിയ എന്ന് പറയുന്ന കിങ്ഡം വരുന്നത്. മൊത്തം 6 കിങ്ഡമായി അല്ലെ കാൾ വോസ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ, ബാക്ടീരിയ, ആർക്കി, പ്രോട്ടസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റി, അനിമാലിയ. 3 ഡൊമൈൻസ് ഉണ്ട്. യൂക്കാരിയ, ആർക്കി, ബാക്ടീരിയ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്, സിമ്പിൾ ആണ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ ഓഫ് കാൾ വോസ് ഇൻ ടാക്സോണമി. Relevance of dividing the kingdom Monera into different kingdoms such as archaea and bacteria. ഇതാണ് നമ്മളിപ്പം നോക്കിയിട്ടുള്ളത്. ആർക്കിയും ബാക്ടീരിയയും ആക്കി 2 കിങ്ഡം ആക്കിയിട്ട് മാറ്റി അല്ലെ. ഒരു ഡൊമൈൻ ആക്കിയിട്ട് എന്താക്കിയിട്ട് 2 കിങ്ഡം അല്ലെ. മൊനീറ എന്ന് പറയുന്ന കിങ്ഡം, മൊനീറ എന്നുള്ള കിങ്ഡത്തിൽ 2ആയിട്ട് അല്ലെ, ബാക്ടീരിയ, ആർക്കി എന്ന് പറഞ്ഞിട്ട് 2ആക്കിയിട്ട് മാറ്റി. കാരണം എന്താണ്? അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യം ഉണ്ടായിരുന്നു അല്ലെ. നോക്കൂ, കാരണം എന്താണ്? മൊനീറയിലുള്ളതെല്ലാം എന്തല്ല? ബാക്ടീരിയാസ് അല്ല. ബാക്ടീരിയനെ പോലെ അല്ലാത്ത ജനറ്റിക് മെറ്റീരിയൽ ഉള്ള, അല്ലെങ്കിൽ ബാക്ടീരിയനെ പോലെ അല്ലാത്ത സ്ട്രക്ചർ ഉള്ള കുറെ ആൾക്കാർ അതിനകത്തുണ്ട്. അങ്ങനത്തെ ആൾക്കാരെല്ലാം പിടിച്ചിട്ട് ആർക്കി എന്ന് പറയുന്ന ഗ്രൂപ്പിലിടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മള് ഈ ഒരു കിങ്ഡം, ഈ 6 കിങ്ഡത്തിന്റെ പ്രത്യേകതകളാണ് നോക്കുന്നത്. ഓക്കെ, 6 കിങ്ഡം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, 6 കിങ്ഡംസ് ഉണ്ടെന്ന് പറഞ്ഞു. 6 കിങ്ഡത്തിന്റെയും പ്രത്യേകതകളാണ് മിസ് ഇവിടെ ചാർട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഫസ്റ്റത്തെ കിങ്ഡം ബാക്ടീരിയ അല്ലെ. ബാക്ടീരിയ എന്ന് പറയുന്ന കിങ്ഡം, ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്രോകാരിയോട്സ് ആണ്. എന്താ മക്കളെ പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അറിയോ നിങ്ങൾക്ക്? പ്രോകാരിയോട്സും ഉണ്ട്, യൂകാരിയോട്സും ഉണ്ട്. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ശരിയായിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടാവില്ല. ഓക്കെ, അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള എക്സാക്ട് ട്രൂ ന്യൂക്ലിയസ് ഉണ്ടാവില്ല. ആൻഡ് ഓൾസോ അവരുടെ സെൽ ഓർഗനൽസ്, നിങ്ങൾക്ക് അറിയില്ലേ സെൽ ഓർഗനൽസ് ഏതൊക്കെയാണ്? കുറെ സെൽ ഓർഗനൽസ് അറിയാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി, ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറെ മൈറ്റോകോൺട്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സെൽ ഓർഗനൽസിനെ അറിയാം. ഈ സെൽ ഓർഗനൽസിന് ഒന്നും എന്തുണ്ടാവില്ല? ഒരു മെംബ്രെയിൻ ഫൗണ്ട് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഉണ്ടാവില്ല.
അതുപോലെ തന്നെ ട്രൂ ന്യൂക്ലിയസും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെ, ശരിയായിട്ടുള്ള ഒരു ന്യൂക്ലിയസ്, കറക്റ്റ് ഒരു ന്യൂക്ലിയസിന്റെ ഒരു സ്ട്രക്ചർ ഒന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് പ്രോകാരിയോട്സ്. ഓക്കെ, പ്രോകാരിയോട്സ്. ഓക്കെ, അപ്പൊ ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു പ്രോകാരിയോട്ട് ആണ്. എന്താ മക്കളെ ബാക്ടീരിയ പ്രോകാരിയോട്ട് ആവുന്ന മിസ് പറഞ്ഞത്? ബാക്ടീരിയക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രൂ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല. ഓക്കെ, ഇതില് കാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് എന്നാണ് അർത്ഥം. അപ്പൊ ട്രൂ, നല്ല ശരിക്കുള്ള എക്സാക്ട് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആർക്കില്ല? ബാക്ടീരിയക്കില്ല. സോ ബാക്ടീരിയ നമ്മൾ പ്രോകാരിയോട്ട് എന്ന് പറയും. ആൻഡ് the cell wall consists of peptidoglycan. ബാക്ടീരിയക്ക് എന്തുണ്ട്? സെൽ വോൾ ഉണ്ട്. എന്തായിരുന്നു സെൽ വോള്? സെൽ വോള് പഠിച്ചിട്ടുണ്ട് അല്ലെ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സെൽ വോൾ എന്ന് പറഞ്ഞാൽ സെല്ലിന് ചുറ്റും ഒരു വോൾ അല്ലെ. ആ സെൽ വോൾ എന്ന് പറയുന്ന സംഭവം ബാക്ടീരിയയുടെ സെൽ വോൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? പെപ്റ്റിഡോഗ്ലൈക്കൺ. വായിക്കാൻ പറ്റുന്നുണ്ടോ? പെപ്റ്റിഡോഗ്ലൈക്കൺ. പെപ്റ്റിഡോഗ്ലൈക്കൺ വെച്ചിട്ടാണ് ബാക്ടീരിയയുടെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പെപ്റ്റിഡോഗ്ലൈക്കൺ വെച്ചിട്ടാണ്. ഓക്കെ, പെപ്റ്റിഡോഗ്ലൈക്കൺ found everywhere like soil, water and inside other organisms. ബാക്ടീരിയ എവിടെ നോക്കിയാലും നമുക്ക് ബാക്ടീരിയ കാണാൻ പറ്റും അല്ലെ. വെള്ളത്തിൽ ബാക്ടീരിയ ഉണ്ട്, മണ്ണിൽ അല്ലെ, സോയിലില് ബാക്ടീരിയ ഉണ്ട്. ആൻഡ് ഇൻസൈഡ് അതർ ഓർഗാനിസംസ് അല്ലെ, നമ്മുടെ ശരീരത്തിന് അകത്ത് വരെ എന്തുണ്ട്? ബാക്ടീരിയാസ് ഉണ്ട്. അപ്പം എവിടെ വേണമെങ്കിലും ഉണ്ടാവും ബാക്ടീരിയ. ബാക്ടീരിയക്ക് എവിടെ വേണമെങ്കിലും കാണാൻ പറ്റും. അതാണ് ഫൗണ്ട് എവ്രിവെയർ ലൈക്ക് സോയിൽ, വാട്ടർ ആൻഡ് ഇൻസൈഡ് അതർ ഓർഗാനിസംസ്. ഓക്കെ, അപ്പം ബാക്ടീരിയയുടെ പ്രത്യേകതകൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ബാക്ടീരിയ പ്രോകാരിയോട്ട് ആണെന്ന് പറഞ്ഞു. എന്താ പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞത്? ബാക്ടീരിയക്ക് ട്രൂ ന്യൂക്ലിയസോ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസോ ഇല്ല. അതുകൊണ്ട് തന്നെ ബാക്ടീരിയ പ്രോകാരിയോട്ട് ആണ്. ആ ബാക്ടീരിയയുടെ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത് പെപ്റ്റിഡോഗ്ലൈക്കൺ വെച്ചിട്ടാണ്. ബാക്ടീരിയ എവിടെയും കാണാൻ പറ്റും, സോയിലും വാട്ടറിലും ഇൻസൈഡ് അതർ മൈക്രോ ഓർഗാനിസംസിലെല്ലാം ബാക്ടീരിയ കാണാൻ പറ്റും. ആൻഡ് ബാക്ടീരിയയുടെ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പേരുകൾ പഠിച്ചു വെക്കണം. കുറെ ബാക്ടീരിയാസിന്റെ പേരൊന്നും പഠിക്കാനില്ല, രണ്ട് ബാക്ടീരിയാസിന്റെ പേരേ പഠിക്കാനുള്ളൂ. വിബ്രിയോ കോളറ എന്ന് കേട്ടിട്ടുണ്ടോ? കോളറ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകുന്ന ബാക്ടീരിയയാണ് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ. ഓക്കെ, അപ്പൊ അത് ഓർക്കാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും അല്ലെ. സോ വിബ്രിയോ കോളറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിബ്രിയോ കോളറ എന്തിന്റെ ഉദാഹരണമാണ്? ബാക്ടീരിയയുടെ ഉദാഹരണമാണ് വിബ്രിയോ കോളറ. ആൻഡ് വേറൊരെണ്ണം കണ്ടോ? റൈസോബിയം. റൈസോബിയം നൈട്രജൻ ഫിക്സേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ് റൈസോബിയം. ആൻഡ് വിബ്രിയോ കോളറ. രണ്ട് ബാക്ടീരിയന്റെ പേര് പഠിച്ചോ? വിബ്രിയോ കോളറ, റൈസോബിയം. ഇനി ഏത് ഉറക്കത്ത് ചോദിച്ചു കഴിഞ്ഞാലും പറയണം വിബ്രിയോ കോളറയും റൈസോബിയം ഒക്കെ ബാക്ടീരിയയുടെ എക്സാമ്പിൾ ആയിരുന്നു എന്ന് പറയണം. അപ്പൊ ബാക്ടീരിയ ക്ലിയർ ആയോ? ബാക്ടീരിയ പ്രോകാരിയോട്ട് ആണ്. ബാക്ടീരിയയുടെ സെൽ വോള് പെപ്റ്റിഡോഗ്ലൈക്കൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എവിടെ നോക്കിയാലും ബാക്ടീരിയ നമുക്ക് കാണാൻ പറ്റും. സോയിലായിക്കോട്ടെ, വാട്ടറിലായിക്കോട്ടെ, വേറെ ഓർഗാനിസത്തിന്റെ ഉള്ളിലായിക്കോട്ടെ, നമുക്ക് ബാക്ടീരിയയെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഉദാഹരണം റൈസോബിയം ആൻഡ് വിബ്രിയോ കോളർ. അപ്പം ബാക്ടീരിയ തന്നെയല്ല ആർക്കി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാ പിന്നെ ആർക്കി എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആർക്കിനെ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആർക്കി നോക്കുമ്പോ ആർക്കിയും പ്രോകാരിയോട്ട് തന്നെയാണ്. ഓക്കെ, എന്താ പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസോ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസോ ഒന്നുമില്ലാത്ത ആളുകളാണ് ആര്? ഈ പറയുന്ന ആർക്കി. And the cell wall lacks peptidoglycan. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കാൾവൂസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ബാക്ടീരിയനെ പോലെ അല്ല, വേറെ കുറെ വ്യത്യാസങ്ങൾ, സ്ട്രക്ചറിലൊക്കെ വ്യത്യാസമുള്ള ആൾക്കാരും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആർക്കി എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്ലാസ് തന്നെ ഉണ്ട്, വേറൊരു കിങ്ഡം തന്നെ ഉണ്ടാക്കിയത്. ഓക്കെ, സോ ഇവിടെ സെൽ വോൾ ലാക്സ് പെപ്റ്റിഡോഗ്ലൈക്കൺ. ബാക്ടീരിയക്ക് പെപ്റ്റിഡോഗ്ലൈക്കൺ ഉണ്ടായിരുന്നു, ആർക്കിക്ക് പെപ്റ്റിഡോഗ്ലൈക്കൺ ഇല്ല. Found in the extreme environment like hot springs, saline areas, etc. അല്ലെ, എക്സ്ട്രീം എൻവയോൺമെന്റൽ കണ്ടീഷൻ അല്ലെ, എന്താ പറയാ, നല്ല ചൂടുള്ള ഹോട്ട്
സ്പ്രിങ്സ് അല്ലെ, ഭയങ്കര ചൂടുള്ള സ്ഥലം. അതുപോലെ തന്നെ സലൈനിയ, ഭയങ്കര ഉപ്പ് രസമുള്ള സ്ഥലത്ത് അല്ലെ, ഉപ്പിന്റെ അംശം കൂടുതലുള്ള സ്ഥലത്ത്. സാധാരണ ബാക്ടീരിയാസിനൊന്നും നമുക്ക് അങ്ങനെ ഉപ്പുള്ള സ്ഥലം അല്ലെ, നമ്മളെ എന്താ പറയുക, കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപ്പിലല്ലേ സൂക്ഷിക്കുന്നത്. അപ്പൊ സാധാരണ ബാക്ടീരിയാസ് ഒന്നും അവിടെ സർവൈവ് ചെയ്യാറില്ല. പക്ഷെ എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന തരം ആൾക്കാരാണ് ഇവിടെയുള്ളത്, ആർക്കിയിലുള്ളത്. നോർമൽ ബാക്ടീരിയ അങ്ങനെയൊന്നും സർവൈവ് ചെയ്യാറില്ല. അത് തന്നെയാണ് അദ്ദേഹം കണ്ടുപിടിച്ച വ്യത്യാസവും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിനെ മാറ്റിയിട്ട് വേറൊരു കിങ്ഡം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ബാക്ടീരിയയുടെ ഉദാഹരണം റൈസോബിയവും വിബ്രിയോ കോളറയും പഠിച്ചതുപോലെ നമുക്ക് ആർക്കിയുടെ ഉദാഹരണവും ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ പഠിക്കണം, പേരുകൾ പഠിക്കണം. അതായത് തെർമോകോക്കസ്, തെർമോകോക്കസ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹാലോബാക്ടീരിയം, ഹാലോബാക്ടീരിയം. ഇപ്പൊ സലൈൻ കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ ഹാലോബാക്ടീരിയം, എക്സ്ട്രീം സലൈൻ കണ്ടീഷൻ. തെർമോ എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാം എന്താണ്, നല്ല ചൂടുള്ള സ്ഥലത്തും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ ആണ്, അല്ലെങ്കിൽ ആർക്കിയിൽപ്പെട്ട ഒരു കാറ്റഗറിയാണ് എന്ത്, തെർമോകോക്കസ് ആൻഡ് ഹാലോബാക്ടീരിയം. തെർമോകോക്കസ് ആൻഡ് ഹാലോബാക്ടീരിയം. ക്ലിയർ ആണോ? തെർമോകോക്കസും ഹാലോബാക്ടീരിയവും. ക്ലിയർ? സോ പ്രാകാരിയോട്ടാണ് ആർക്കി. ബാക്ടീരിയ പോലെ തന്നെ സെൽ വോളിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ ഇല്ല, പക്ഷേ ബാക്ടീരിയയുടെ സെൽ വോളിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ ഉണ്ടായിരുന്നു. ഇത് എക്സ്ട്രീം എൻവയോൺമെന്റൽ കണ്ടീഷനിലും കാണാൻ വേണ്ടിയിട്ട് പറ്റും. തെർമോകോക്കസ്, ഹാലോബാക്ടീരിയം എന്നിവയാണ് ഇതിന്റെ എക്സാമ്പിൾസ്. ആർക്കി പഠിച്ചല്ലോ, ആർക്കി പഠിച്ചല്ലോ. സിമ്പിൾ ആണ് അല്ലെ, വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് 2 പോയിന്റ്സ് അല്ലെ. ബാക്ടീരിയ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആർക്കിയും ഓട്ടോമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റും. ആകെ വ്യത്യാസമായി ഉദാഹരണത്തിലാണ് അല്ലെ. ബാക്ടീരിയയുടെ എക്സാമ്പിൾ റൈസോബിയം വിബ്രിയോ കോളറ, ആർക്കിയുടെ എക്സാമ്പിൾ തെർമോകോക്കസ് ആൻഡ് ഹാലോബാക്ടീരിയം. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഏതാണ് സിമ്പിൾ ഹംപിൾ ആയിട്ടുള്ള സംഭവം? അനിമേലിയ. അനിമേലിയനെ പറ്റി ഞാനൊന്നും പറഞ്ഞു തരേണ്ടി വരില്ല അല്ലെ, നിങ്ങൾക്ക് അറിയാം. അനിമേലിയ എന്ന് പറയുന്നത് ആനിമൽസിന് നിങ്ങൾ കാണുന്നതാണ്. അനിമേലിയ എന്ന് പറഞ്ഞ ആനിമൽ അല്ലെ, ജന്തുവർഗങ്ങളാണ് അനിമേലിയയിലുള്ളത്, നിങ്ങൾക്ക് അറിയാം. അനിമേലിയയുടെ പ്രത്യേകത നിങ്ങൾ നോക്കിയേ, മൾട്ടി സെല്ലുലാർ ആണ്. എന്താ മക്കളെ മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റ സെല്ലുകൊണ്ടാണോ അനിമേലിയ ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മളൊക്കെ ഒരു സെല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അല്ല അല്ലെ, നമുക്ക് ഒരുപാട് സെല്ലുകളുണ്ട്. മൾട്ടി സെല്ലുലാർ ആണല്ലേ, മൾട്ടി കളേർഡ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ മൾട്ടി സെല്ലുലാർ ആണ്, ഒന്നിലധികം സെല്ലുകൾ അല്ലെ. അങ്ങനെയാണ് നമ്മൾ അനിമേലിയ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്കുള്ള സെല്ലുകളോ പ്രോകാരിയോട്ടാണോ നമ്മൾ യൂകാരിയോട്ടാണോ? നമ്മൾ യൂകാരിയോട്ടാണ്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രൂ എന്നാണ് അല്ലെ. കാരിയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് ന്യൂക്ലിയസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അനിമേലിയക്ക് എന്താണുള്ളത്? ട്രൂ ന്യൂക്ലിയസ് ഉള്ള ആൾക്കാരാണ് അനിമേലിയ എന്ന് പറയുന്നത് അല്ലെ. അനിമേലിയക്ക് ട്രൂ ന്യൂക്ലിയസ് ആണുള്ളത്. മറ്റേ ബാക്ടീരിയ പോലെ ഫോൾസ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ നമ്മൾ പ്രോകാരിയോട്സ് അല്ല, നമ്മള് യൂകാരിയോട്സ് ആണ്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്നത് അല്ലെങ്കിൽ അനിമേലിയ വരുന്നത് യൂകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ കീഴിലാണ്. ഓക്കെ, യൂകാരിയോട്ടിക് ആണ്. വേറെ ഒത്തിരി പ്രത്യേകതകൾ നിങ്ങൾക്ക് ആനിമേലിയക്ക് അറിയാം അല്ലെ. നമുക്ക് ആനിമേലിയക്ക് സെൽ വോൾ ഉണ്ടോ? അതൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചേർത്ത് തന്നെ പറയാം. സെൽ വോൾ ആബ്സെന്റ് അല്ലെ, സെൽ വോൾ ഇല്ല നമുക്ക്. സെൽ വോൾ ഇവർക്ക് ബാക്ടീരിയക്കും ആർക്കിക്കും ഒക്കെ സെൽ വോൾ ഉണ്ടായിരുന്നു, പെപ്റ്റിഡോഗ്ലൈക്കൺ. നമുക്ക് അനിമേലിയക്ക് എന്തില്ല? സെൽ വോൾ ആബ്സെന്റ് ആണ്. നമ്മൾ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുവോ? നമ്മൾ ഓട്ടോട്രോപ്പ് ആണോ ഹെറ്ററോട്രോപ്പ് ആണോ? അനിമേലിയ എന്ന് പറയുന്നത് ഓട്ടോട്രോപ്പ് ആണോ ഹെറ്ററോട്രോപ്പ് ആണോ? ഹെറ്ററോട്രോപ്പ് ആണോ അല്ലെ. എന്താ മക്കളെ ഹെറ്ററോട്രോപ്പ് എന്ന് പറഞ്ഞാ? ഹെറ്ററോട്രോപ്സ് ആണ്. ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മള് ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ല, പ്ലാന്റ്സ് ഒക്കെ ഫുഡ് ഉണ്ടാക്കൂല്ലേ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഫോട്ടോസിന്തസിസ് എന്ന് കേട്ടിട്ടില്ലേ? യെസ്, ആ ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ്സ് ഒക്കെ റെഡി ആക്കി വെക്കും, നമുക്കുള്ള ഫുഡ് നമ്മൾ പോയിട്ട് പാച്ചോണ്ട് വരും അല്ലെ. സോ നമ്മള് ഹെറ്ററോട്രോപ്പിക് ആണ്. നമ്മൾ സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുന്നില്ല, നമ്മുടെ ഓട്ടോട്രോപ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഭക്ഷണമൊക്കെ ശരിയാക്കി എടുക്കുന്നത്. സോ നമ്മള് അനിമേലിയ ക്ലാസ്സിലുള്ള നമ്മളെല്ലാം എന്താണ്? ഹെറ്ററോട്രോപ്പിക് ആണ്. നമുക്ക് സെൽ വോൾ ഇല്ല, നമ്മുടെ ട്രൂ ന്യൂക്ലിയസ് ഉള്ള യൂകാരിയോട്ടിക് സെല്ലാണ്. നമുക്ക് ഒന്നിലധികം സെല്ലുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അനിമേലിയ മൾട്ടി സെല്ലുലാർ ആണ്.
എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങള് മമേലിയ ഉണ്ട്, എയ്വ്സ് ഉണ്ട്, ഇനിയും ഉണ്ട് അല്ലെ, റെപ്റ്റൈൽസ് ഉണ്ട് അല്ലെ, ഉരകങ്ങൾ, പാമ്പിനെ പോലെയൊക്കെ റെപ്റ്റൈൽസ്, ജീവനുള്ള എല്ലാ ജീവികളെയും നമുക്ക് ഇതിനകത്ത്. എയ്വ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? എയ്വ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികളാണ് അല്ലെ. എയ്വ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേർഡ്സ് ആണ്. ബേർഡ്സിന് തന്നെ പറയുന്ന പേരാണ് എയ്വ്സ് എന്ന് പറയുന്നത്. മാമൽസ് ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്, ഇതെല്ലാം വരുന്നത് ആനിമേലിയയിലാണ്. അപ്പം ആനിമേലിയ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാന്റേയും പഠിക്കാൻ എളുപ്പമാണ്. ആനിമേലിയയും പ്ലാന്റേയും എന്താണ്? സിമിലർ ആണ് പഠിക്കാൻ വേണ്ടിയിട്ട്. വ്യത്യാസം ഉണ്ടോന്ന് ചോദിച്ചാൽ വ്യത്യാസം ഉണ്ട്, പക്ഷെ സിമിലാരിറ്റി ഉണ്ടോന്ന് ചോദിച്ചാൽ സിമിലാരിറ്റി ഉണ്ട്. നമ്മളെ പോലെ തന്നെ പ്ലാന്റ് എന്താണ്? മൾട്ടി സെല്ലുലർ ആണ്. പ്ലാന്റയിൽ കുറെ കോശങ്ങളുണ്ട്, കുറെ സെല്ലുകളുണ്ട്. ഉള്ള സെൽസ് ഒക്കെ യൂകാരിയോട്ടിക് സെൽസ് ആണ് അല്ലെ, യൂകാരിയോട്ടിക് സെൽസ് ആണ്. ആൻഡ് ഇവർക്ക് എന്തുണ്ട്? പ്ലാന്റിന് സെൽ വോൾ പ്രസന്റ്. സെൽ വോൾ പ്രസന്റ് ആണ്. സെൽ വോൾ ഉണ്ട് പ്ലാന്റിന്, നമുക്കറിയാം. അതുപോലെ തന്നെ ഇവര് ഓട്ടോട്രോപ്സ് ആണ് അല്ലെ, ഓട്ടോട്രോപ്സ്. ഓട്ടോട്രോപ്സ് ആണ്. അവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യും? ഫുഡ് ഉണ്ടാക്കി വെക്കും അല്ലെ. ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും. നിങ്ങൾക്ക് അറിയുന്ന പ്ലാന്റ്സ് എല്ലാം എഴുതാൻ പറ്റും. ഞാൻ ഇവിടെ 2 കൊടുത്തിട്ടുള്ളൂ. റോസ്, റൈസ് അല്ലെ, റോസാപ്പൂ, പനിനീർ ചെടി, റൈസ്, തെങ്ങ് എല്ലാം എന്തിനു വരുന്നതാണ്? പ്ലാന്റയിൽ വരുന്നതാണ്. ഓക്കെ, സോ പ്ലാന്റയും അനിമേലയും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണ്? അനിമേലയ്ക്ക് സെൽ വോൾ ആബ്സെന്റ് ആണ്, അതുപോലെ തന്നെ ഹെറ്ററോട്രോപ്സും ആണ്. പ്ലാന്റ് എന്ന് പറയുന്നത് സെൽ വോൾ ഉണ്ട് താനും, അവർ ഓട്ടോട്രോപ്സ് ആണ്. ഓക്കെ, അപ്പൊ പ്ലാന്റ്സും ആനിമൽസും തമ്മിലുള്ള വ്യത്യാസവും നമ്മള് പഠിച്ചു കഴിഞ്ഞു. ബാക്ടീരിയയും ആർക്കിയും തമ്മിലുള്ള വ്യത്യാസം നോക്കി, പ്ലാന്റ്സും ആനിമൽസും തമ്മിലുള്ള വ്യത്യാസവും നോക്കി. നെക്സ്റ്റ് നമ്മള് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡത്തിലേക്കാണ് പോകുന്നത്. പ്രോട്ടിസ്റ്റയുടെ അകത്ത് യൂണിസെല്ലുലാർ ഓർഗാനിസം, യൂണിസെല്ലുലാർ, നമ്മൾ ഇതുവരെ യൂണിസെല്ലുലാർ നോക്കിയില്ല. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റ സെല്ല് മാത്രമുള്ളതുമുണ്ട്, മൾട്ടി സെല്ലുലാർ കുറെ സെല്ലുള്ളതുമുണ്ട്. യൂണിസെല്ലുലാർ എന്ന് പറയുന്ന ഒറ്റ സെല്ലുള്ളതുമുണ്ട്, മൾട്ടി സെല്ലുലാർ കുറെ സെല്ലുള്ളതുമുണ്ട് പ്രോട്ടിസ്റ്റയില്. ഇവർക്കെല്ലാം എന്താണ്? യൂകാരിയോട്ടിക് അല്ലെ. യു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞ ട്രൂ ആണ് അല്ലെ. ട്രൂ ന്യൂക്ലിയസ് ഉള്ള സെൽസ് ആണ്, യൂകാരിയോട്ടിക് സെൽസ് ആണ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള പേരുകൾ തന്നെയാണ്. അമീബ, പാരമീസിയം, ഇതെല്ലാം വരുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ്. ഓക്കെ, അപ്പൊ പ്രോട്ടിസ്റ്റയെ പറ്റി പറയുമ്പം യൂണിസെല്ലുലാർ ആവാം, മൾട്ടി സെല്ലുലാർ ആവാം, യൂകാരിയോട്ടിക് ട്രൂ ന്യൂക്ലിയസ് വിത്ത് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ്, അതാണ് യൂകാരിയോട്ടിക് സെൽസിന്റെ ഡെഫിനിഷൻ. അവർ അങ്ങനെയാണ്. ആൻഡ് അമീബ ആൻഡ് പാരമീസിയം ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ഉദാഹരണങ്ങൾ. ഇനി ഒരൊറ്റ കിങ്ഡം കൂടിയേ നമുക്ക് നോക്കാനുള്ളൂ, അതാണ് കിങ്ഡം ഫഞ്ചി. കിങ്ഡം ഫഞ്ചി, അവർക്ക് എന്താണുള്ളത്? യൂകാരിയോട്ടിക് സെൽസ് ആണ്, അവർക്ക് ട്രൂ ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ അവരുടെ സെൽ വോൾ ഉണ്ട്. അവർക്ക് ഈ സെൽ വോൾ ഉണ്ടാക്കിയിട്ടുള്ള സബ്സ്റ്റൻസ് നിങ്ങൾ നോക്കിയേ. ഫംഗസിന്റെ സെൽ വോൾ എന്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? കൈറ്റിൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ സെൽ വോൾ മെയ്ഡ് ഓഫ് കൈറ്റിൻ ആൻഡ് ദേ ആർ യൂകാരിയോട്ടിക് സെൽസ്. എക്സാമ്പിൾ നോക്കിക്കേ, മോൾസ് അല്ലെ. മോൾസ് ഒരു ഫംഗസ് ആണ്. ഓക്കെ, അപ്പം അതാണ് അതിന്റെ എക്സാമ്പിൾ. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ബാക്ടീരിയ നോക്കി, ആർക്കി പഠിച്ചു, അനിമേലിയ പഠിച്ചു, പ്ലാന്റ് പഠിച്ചു, പ്രോട്ടിസ്റ്റ പഠിച്ചു, ഫംഗി പഠിച്ചു. സിമ്പിൾ അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് പഠിച്ചു? 6 കിങ്ഡംസും നമ്മള് നോക്കി, 6 കിങ്ഡവും നമ്മള് നോക്കി. ഒന്നുകൂടെ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞായിരുന്നോ ഞാന്? ബാക്ടീരിയന്റെ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയേ. റൈസോബിയം, വിബ്രിയോ, കോളറെ. പ്രോകാരിയോട്ട് ആണ്, സെൽ വോളിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ ഉണ്ട്, എവിടെ വേണമെങ്കിലും കാണും. ആർക്കി നിങ്ങൾ എക്സാമ്പിൾ നോക്കിയേ. തെർമോകോക്കസ്, ഹാലോ ബാക്ടീരിയം. പ്രോകാരിയോട്ട് തന്നെയാണ്, പക്ഷേ സെൽ വോളിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ ഇല്ല. ദ എക്സ്ട്രീം എൻവയോൺമെന്റ് കണ്ടീഷൻ ലൈക്ക് ഹോട്ട് സ്പ്രിംഗ്, സലൈൻ, എക്സ്ട്രീം സലൈൻ, അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പ്ലാന്റ് ആനിമലെ നമുക്കറിയാം, രണ്ടും എന്താണ്? മൾട്ടി സെല്ലുലാറും ആണ്, യൂകാരിയോട്ടിക് സെൽസും ആണ്. പക്ഷെ അനിമേലിയ ഹെറ്ററോട്രോപ്പ് ആണ്, പ്ലാന്റ് ഓട്ടോട്രോപ്പ് ആണ്. അനിമേലിയയില് സെൽ വോൾ ഇല്ല, പ്ലാന്റയില് സെൽ വോൾ ഉണ്ട്. എക്സാമ്പിൾ നമുക്കറിയാം അല്ലെ. മമൽസ്, എയിംസ്, ഇതെല്ലാം അനിമേലിയ, റോസ്, റൈസ് അല്ലെ. കുറെ ആൻജിയോസ്പം, പൂക്കൾ ഉണ്ടാവുന്ന ചെടികളൊക്കെ ഉണ്ട്.
അതൊക്കെ പ്ലാന്റയിലെ എക്സാമ്പിൾ ആണ്. പ്രോട്ടിസ്റ്റയുടെ എക്സാമ്പിള് പാരമീസിയം, അമീബ, മൾട്ടിസെല്ലുലാറും യൂണിസെല്ലുലാറും ഉണ്ടാവാം, യൂക്കാരിയോട്ട് ആണ്. സെയിം തന്നെ ഫഞ്ചൈൻ യൂക്കാരിയോട്ട് ആണ്. സെൽവോൺ ഉണ്ട് കൈറ്റിൻ വെച്ചിട്ട്. ആൻഡ് അതിന്റെ എക്സാമ്പിൾ ആണ് മോൾസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, ജസ്റ്റ് ഒരു വട്ടം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുണ്ടായിരുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്? ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്നായിരുന്നു നമ്മളുടെ ചാപ്റ്ററിന്റെ പേര്. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർഗീകരണമാണ് അല്ലെ, വർഗീകരണം. നമ്മുടെ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും നമ്മുടെ ചുറ്റും കാണുന്ന ജീവജാലങ്ങളെ എല്ലാം എങ്ങനെ വർഗീകരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് അന്വേഷിച്ചു. അപ്പം നമ്മളൊരു സയന്റിസ്റ്റിനെ ഇവിടെ കണ്ടു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു കാൾ വൂസ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു, കിങ്ഡം മൊനീറയെ പറ്റിയിട്ടായിരുന്നു കൂടുതലായിട്ടും അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി അതിലുള്ള ഓർഗാനിസം തന്നെ എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് മനസ്സിലായി. അവരുടെ സ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ട്, അവരുടെ അഡാപ്റ്റേഷനിൽ, അവരുടെ എൻവയോൺമെന്റൽ ചേഞ്ചസിനനുസരിച്ചുള്ള അഡാപ്റ്റേഷനിൽ ഒക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, കിങ്ഡം മൊനീറയെ രണ്ടാക്കി തിരിച്ചു, ബാക്ടീരിയ എന്നും ആർക്കി എന്നും. എന്നിട്ട് വേറൊരു ക്ലാസിഫിക്കേഷൻ കിങ്ഡത്തിന്റെ മുകളിൽ കൊണ്ടുവന്നു, അതാണ് ഡൊമൈൻ എന്ന്. അങ്ങനെ 3 ഡൊമൈൻസ് അദ്ദേഹം കൊണ്ടുവന്നു, ഡൊമൈൻ ബാക്ടീരിയ, ഡൊമൈൻ ആർക്കി ആൻഡ് ഡൊമൈൻ യൂക്കാരിയ. ഇത് കാൾവേസിന്റെ ഫിഗർ ആണ്. ആൻഡ് 6th കിങ്ഡം ക്ലാസിഫിക്കേഷൻ 3 ഡൊമൈൻ അല്ലെ, യൂക്കാരിയ, ആർക്കി, ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ട് 3 ഡൊമൈൻ. അതിനകത്ത് ബാക്ടീരിയ, ആർക്കി, പ്രോട്ടിസ്റ്റ, ഫഞ്ചി, പ്ലാന്റി, ആനിമേലിയ എന്ന് പറഞ്ഞിട്ട് 6 കിങ്ഡംസും കൊണ്ടുവന്നു. എന്നിട്ട് നമ്മള് ആ കിങ്ഡം 6 കിങ്ഡത്തിനെ പറ്റി, ബാക്ടീരിയ എക്സാമ്പിൾസ് അല്ലെ, റൈസോബിയം, വെബ്രിയോ കോളറെ, ആർക്കി എക്സാമ്പിൾ തെർമോകോക്കസ്, ഹാലോബാക്ടീരിയം, അനിമേലിയന്റെ റെപ്റ്റൈൽസ്, ബേർഡ്സ് ഒക്കെ എക്സാമ്പിൾ പഠിച്ചു. പ്ലാന്റയില് റോസും റൈസും അങ്ങനെ കാണുന്ന നമ്മളെ ചെടികളെല്ലാം എക്സാമ്പിൾ പറയാം. പ്രോട്ടിസ്റ്റ അല്ലെ, അമീബ, പാരമീസിയം തുടങ്ങിയ പ്രോട്ടിസ്റ്റ, ഫഞ്ചി എന്നൊക്കെ മോൾസ് അല്ലെ, ഇതൊക്കെ നമ്മള് നോക്കിയിട്ട് പോയി. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.